നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ച് വഞ്ചിയൂരിലെ വീട്ടിലെത്തി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ഡോക്ടർ ദീപ്തി മോൾ ജോസ് പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത ഏവരും കേട്ടു. ചെമ്പകശ്ശേരിയിലെ ഈ വെടിവയ്പ്പിന് പിന്നിൽ വൺ വേ പ്രണയത്തിന്റെ നിരാശയാണത്രേ. വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്ത് കൊല്ലത്തെ ഒരു മെഡിക്കൽ കോളേജിൽ PRO ആയിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് ദീപ്തി മോൾ ജോസ്. അന്ന് സുജിത്തുമായി ബന്ധമുണ്ടാക്കാൻ ദീപ്തി ശ്രമിച്ചിരുന്നു. എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും സുജിത്ത് അവരുമായി അതിരുവിട്ട സൗഹൃദത്തിന് തയ്യാറായില്ല. അതിനൊപ്പം ഇക്കാര്യമെല്ലാം ഭാര്യയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലത്തെ PRO ആയിരുന്ന സുജിത്ത് മാലിദ്വീപിൽ ജോലിക്ക് പോയി. യഥാർത്ഥത്തിൽ ഇത് ദീപ്തി ഡോക്ടറുടെ ശല്യം ഒഴിവാക്കാനായിരുന്നു. പിന്നീട് ദീപ്തിയും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറുകയായിരുന്നു. കൊല്ലത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു ഇതും. ഇവിടെ നിന്നാണ് ദീപ്തി ഡോക്ടറെ പോലീസ് പൊക്കിയത്. സംഭവം അറിഞ്ഞതോടെ മെഡിക്കൽ കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന് വരെ ഡോക്ടറുടെ വിവരങ്ങൾ പോലും നീക്കുകയുണ്ടായി. ദീപ്തിയുടെ ഭർത്താവും ഡോക്ടർ തന്നെയാണ്. അറസ്റ്റിനെ കുറിച്ചറിഞ്ഞ ദീപ്തിയുടെ കുടുംബവും ഇപ്പോൾ വളരെയേറെ ഞെട്ടലിലാണ്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമോളജിസ്റ്റായ ദീപ്തി അതിവിദഗ്ധമായാണ് കരുക്കളെല്ലാം നീക്കിയത്. ചെമ്പകശ്ശേരിയിലുണ്ടായ വെടിവയ്പ് ദിവസം തന്നെ പോലീസ് യഥാർത്ഥ പ്രതിയെ തിരിച്ചറിഞ്ഞു. എന്നാൽ ആറ്റിങ്ങലുകാരെയാണ് ആക്രമി എന്ന പൊതുചിത്രം പരത്തുകയായിരുന്നു. അതോടെ താൻ രക്ഷപ്പെട്ടു എന്ന് പ്രതി കരുതി. എന്നാൽ പ്രതിയുടെ ഇന്റർനെറ്റ് ഹിസ്റ്ററി അടക്കം പരിശോധിച്ച് എയർഗൺ വാങ്ങിയത് ഓൺലൈനിലാണ് എന്നും മനസ്സിലാക്കി. ഡോക്ടറുടെ ഓൺലൈൻ വെടിവെച്ച് പഠിത്തവും തിരിച്ചറിഞ്ഞ് തോക്ക് കൈമാറിയ ഡെലിവറി ബോയിയെ കണ്ടെത്തി. മൊഴിയും രേഖപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഡോക്ടറെ അകത്താക്കിയത്. പിന്നാലെ ഗൂഢാലോചനയും പോലീസിന് പിടികിട്ടിയിരുന്നു. ഇതിനിടെയാണ് മാലിയിൽ നിന്നും സുജിത്ത് തിരിച്ചെത്തിയത്. നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന ഷിനിയെയും പോലീസ് തിങ്കളാഴ്ച തന്നെ അറിയിച്ചിരുന്നു. യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണത്രേ ഡോക്ടർ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പറിൽ വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങി. യൂട്യൂബ് നോക്കി പിസ്റ്റൾ ഉപയോഗിക്കാൻ പരിശീലിച്ചു. തൊട്ടടുത്ത് നിന്ന് വെടി ഉതിർത്താൽ കൊലപ്പെടുത്താം എന്ന ധാരണയിലാണ് കൊറിയർ നൽകാൻ എന്ന വ്യാജേന വഞ്ചിയൂരിലെ വീട്ടിൽ അന്ന് എത്തിയത്. സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയും ഈ വീട്ടു പരിസരത്ത് ഡോക്ടർ എത്തിയിരുന്നതാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലെയിനിൽ എത്തി കൃത്യം നിർവഹിച്ച അതേ കാറിൽ തന്നെ ചാക്ക ബൈപ്പാസ് വഴി കടന്നുകളയുകയായിരുന്നു ഡോക്ടർ. സംഭവത്തിന് ശേഷം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ ഡോക്ടർ പോയത്. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ല എന്ന് കരുതി വീട്ടിലേക്ക് തന്നെ തിരികെ പോയി. പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി. അതിനിടെയാണ് അവർ പിടിയിലാകുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8:30 ഈ ആക്രമണം നടന്നത്.